അപ്പൊ അങ്ങനെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അമ്മയ്ക്കൊരു സപ്പോർട്ട് ആവുക. അതെ, എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ഒഴിവ് സമയങ്ങളെങ്കിലും ചിലവഴിക്കുന്നു. ഒഴിവ് സമയം കിട്ടാറില്ല. ആദ്യമായി ഈ സ്വപ്നത്തിൽ നിന്നുള്ള ഡീവിയേഷൻ സംഭവിച്ച ജീവിതത്തിൽ എന്നാണ്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, മാരേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പേർ സരിതയെ പറ്റിച്ചിട്ടുണ്ട്. അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. മനപൂർവ്വമായിട്ട് ഇനി ആരെങ്കിലും വിശ്വാസ വഞ്ചന നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് തോറ്റു. നിനക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്റെ ആളാണ്. കൂടെ അന്നു മുതൽ ഇന്നു വരെ ഒപ്പം നിഴലായി വിശ്വസിക്കാൻ പാകത്തിലുണ്ടായിരുന്നത് എത്ര പേരുണ്ട്? വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. ഇടയ്ക്ക് ഒപ്പം വന്നിട്ടും കൈവിടാതെ സൂക്ഷിച്ച ചിലരെങ്കിലും ഇല്ലേ കൂടെ? തീർച്ചയായിട്ടും ഇല്ല. ഗണേഷ് കുമാർ കൂട്ടത്തിലില്ലേ? ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. ഗണേഷ് കുമാറിനെ അന്നും ഇന്നും ഒരേ അളവുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇഷ്ടവും ഇല്ല, ഇഷ്ടക്കേടും ഇല്ല. എന്നും ശാരദ എന്റേതായിരിക്കണമെന്ന് എനിക്ക് ആശയില്ല. ഞാൻ തുറന്നു പറയുകയാണ്, ഒരേ ഒരു ദിവസം. അതാണ് നേരത്തെ ഒരു ഇഷ്ടം കൂടുതൽ ഇഷ്ടമുണ്ട്. അല്ല, ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പം ഇഷ്ടക്കേടിലേക്ക്. അതൊരു അന്തസ്സിന് വേണ്ടി പറയുന്നതാ. എന്തിനു പറയുന്നു മോളെ? ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു. എന്റെ കൈ മെനക്കെടുത്താതെ പറഞ്ഞു. സ്വാഭാവികമായും ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവിനെ വിട്ട് കഴിയേണ്ടി വരിക, ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടിയുമായി, പ്രത്യേകിച്ച് ഏറെക്കുറെ അപരിചിതമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ ജോലിയുമായിട്ട് പോവേണ്ടി വരിക. ഇതാരാന്ന്? ഭാര്യ. അല്ല, പെങ്ങള്. എന്തോ പെങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ. മാനസിക സംഘർഷങ്ങൾ ഒരുപാടുണ്ടാകും. ഒരുപാട് പേർ പലതരം സാധ്യതകളും പലതരം ചൂഷണ സാധ്യതകളുമായിട്ട് മുന്നിൽ നിൽക്കുകയും ചെയ്യും. ആ സമയത്ത് അവയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഇവിടുന്ന് കിട്ടിയ സരിതയ്ക്ക്. പേടിപ്പിക്കല്ലേ സാറേ, 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. പിന്നെ എവിടെയും എനിക്ക് താങ്ങായിട്ട് നിന്നത് എന്റെ അമ്മയാണ്. ഈ ക്രൈമിൽ വന്നതിന് ശേഷം ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. SUT ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു 2 ദിവസം. അത് ICUലായിരുന്നു. അത് കഴിഞ്ഞൊരു 6 മാസം ടോട്ടലി എൻ്റെ ലൈഫിൽ ബ്ലാക്ക് ഔട്ട് ആണ്. നിങ്ങളുടെ ആള് വന്നിട്ടുണ്ട്, നന്നായിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ആളോ? ഇപ്പോൾ ടീം സോളാർ എന്ന കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത്? എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. മനസ്സിൽ വരുന്നത് നല്ല വിഷമമാണ്. തുറന്നു പറഞ്ഞാൽ പലപ്പോഴും ഇപ്പൊ ചിന്തിക്കാറുണ്ട്, മനസാക്ഷിക്ക് നിരക്കാതെ കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അളിയൻ ഇങ്ങനെ വന്നു മാർക്കറ്റിംഗ് സമയത്ത്. യെസ്, ഒബ്വിയസ്ലി. അതിപ്പം നമ്മളിപ്പോ ചാണകമാണ് വിൽക്കുന്നതെങ്കിലും അന്തസ്സോടെ വിൽക്കുക എന്നുള്ളതാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. നല്ല പെർഫോമർ ആയിരുന്നില്ലേ ആ രീതിയിൽ മാർക്കറ്റിംഗിൽ? സെൽഫായിട്ട് വാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 80% മാർക്ക് കൊടുക്കും. 80%. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. എന്തായാലും തുനിഞ്ഞിറങ്ങിയാൽ അത് നടത്തിയെടുക്കാൻ ആവശ്യമായ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എല്ലാ ചാനലുകളും സാധ്യമായ എല്ലാ വഴികൾ. പക്ഷെ അവനെ പൊക്കും. അതിന് JCB കൊണ്ടുവരേണ്ടി വരും. എന്റെ മോട്ടിവേഷൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ബിജു രാധാകൃഷ്ണൻ സരിതയുമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ കൃത്യമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമായിരുന്നു? അല്ല, കമ്പനിക്ക് എഗ്നസ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് എന്തായാലും വരില്ലായിരുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ എമൗണ്ട്, എനിക്ക് അവിടെ ഡയറക്ടർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി ഞാൻ ആക്ട് ചെയ്തിരുന്ന ഒരു എംപ്ലോയി ആയിട്ടാണ്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. എനിക്കൊരു സാലറി ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ സ്പ്ലിറ്റ് ആയതാണ് ഇതിന്റെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്? അല്ല, ഓൾവേസ് സ്പ്ലിറ്റഡ് ആയിരുന്നു ഇതിന്റെ ബിഗിനിങ് തൊട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ രീതി അല്ല, ഇവരുടെ രീതികളും ഓപ്പറേഷൻസും ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഷുവറായില്ലേ എനിക്കൊരു സെക്ഷൽ ജെലസി ഉണ്ടായിരുന്നു ബിജു രാധാകൃഷ്ണന്. ഇനി നീ എങ്ങാനും ഇല്ലില്ല, എന്നോട് ആയിരുന്നില്ല. ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മളിപ്പം ആരെയും പേഴ്സണലി ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഫ്രീ ആണ്, അയ്യോ ഇപ്പഴോ? നോ പ്രോബ്സ്. എവിടെ സ്ഥലം മെസ്സേജ് ചെയ്താ മതി, ഞാൻ എത്തി. എന്നാലും ഒരു കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്ന, ഒരു CEO എന്ന് പറയുന്ന ആൾക്ക് കുറച്ചുകൂടെ ഡിഗ്നിറ്റി കാണിക്കാമായിരുന്നു. എന്റെ കർത്താവിശംശിയായേ, ഇങ്ങനെയുണ്ട് ഒരു ആക്രാന്തം. ബിജു രാധാകൃഷ്ണനിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്? എനിക്ക് അങ്ങനത്തെ സ്വപ്നമില്ല. ബിക്കോസ് ഞാൻ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയല്ല പേഴ്സണലി. ഓഹോ, അങ്ങനെയാണല്ലേ?
ഇത് അങ്ങനെയല്ലേ? എന്ന് വെച്ചാൽ പേഴ്സണലി ബിജുവിന്റെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നിപ്പം ഒരാളുടെ അടുത്താണ് സംസാരിക്കുന്നതെങ്കിൽ നാളെ ചിലപ്പോൾ അവരെ കട്ട് ഓഫ് ചെയ്യും, വേറൊരാളുടെ അടുത്ത് പോകും. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. സ്റ്റെബിലിറ്റി ഇല്ല. ഇപ്പം ഇന്ന് അയാൾ ഒരു ആഡ് ഫിലിം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെക്കുക, അപ്പൊ അതിന്റെ പെട്ടെന്ന് അതിൽ വരുന്ന ഒരു മോഡലുമായിട്ട് കുറെ ദിവസം റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ. എന്താ നിന്റെ ഉദ്ദേശം? പ്രതികാര ബുദ്ധിയുള്ള ആളാണോ സരിത എസ് നായർ? എന്തെന്ന് നേരത്തെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോ കഴിഞ്ഞ കുറെ കുട്ടിക്കാലത്തെ അല്ല, ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സരിത എസ് നായരുടെ പ്രതികാര ബുദ്ധിയല്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ഒരുതരം പ്രതികാര വാഞ്ച ഇതൊരു നടക്ക് പോണ മാതിരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നും എന്റെ ഫോണില് എന്റെ എക്സ് ഹസ്ബൻഡ് വിളിച്ച ഞാൻ സംസാരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സംസാരിക്കുമോ നിങ്ങൾ? സംസാരിക്കും. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഇന്നും എന്റെ ഫോണില് എന്റെ എക്സ് ഹസ്ബൻഡ് വിളിച്ച ഞാൻ സംസാരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സംസാരിക്കുമോ നിങ്ങൾ? സംസാരിക്കും. അതിനുള്ള തന്റെ അവനുണ്ട്. നിനക്കെന്താ ഒരു മാനസാന്തരം? ഒരു കയ്യബദ്ധം പറ്റിയതാ. സരിതയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോ ആരെടുത്ത് പോയാ കരയുന്നേ? അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. വിവാദമായ പത്തനംതിട്ടയിൽ വെച്ച് എഴുതിയ 30 പേജുള്ള ലെറ്റർ, 30 പേജസ് പ്ലസ് അതിന്റെ കൂടെ ഒരു 12 പേജുള്ള ഒരു അനക്സ് കൂടെ ഉണ്ട്. അതായത് 42 പേജ് മൊത്തം. 42 പേജ് മൊത്തം. അത് സാർ എല്ലാം തകർന്നു. എനിക്കണ്ടോ അനക്സ് നമുക്ക് ഇറ്റ്സ് ജസ്റ്റ് ഒരു പോയിന്റ്സ് മാത്രമാണ്. അതായത് ഓരോരുത്തരും ചെയ്തതിന് വേറെ എന്താ പറയാ, നമ്മൾ സ്നാപ്പ് നോട്ട്സ് എഴുതൂലേ അതേപോലെ എഴുതിയിട്ട് അവരുടെ നമ്പേഴ്സ് എല്ലാം സൈഡിൽ കൊടുത്തിരുന്ന കുറെ പേപ്പേഴ്സ്. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. പവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. ഒരു എന്താ പറയാ, എന്ത് വരട്ടെന്നാണ് ഇപ്പൊ എന്റെ ചിന്ത. നാളെ എന്നെ കൊല്ലോ, യെസ്, എന്റെ ഭൂമിയിലെ സമയം നാളെ കൊണ്ട് അവസാനിച്ചു എന്ന് ഞാൻ ചിന്തിക്കും. അത്രേ ഉള്ളൂ. നീ എന്താ വിചാരിച്ചു ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ്. Yeah. ഇതിനിടയിൽ ഫെനി ഒരു വലിയ പ്ലേ ചെയ്തിട്ടുണ്ടാവും. പോയടാ നിന്നെ പോലെ ഈ ടി വിക്കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? ഞാനൊരു കാര്യം പറയട്ടെ, ഫെനി പ്ലേ എന്ന് പറയാൻ ഞാൻ ഫെനിയെ കുറ്റപ്പെടുത്താത്ത എന്താണെന്ന് അറിയാമോ? ഫെനിക്കും ഈ പറയുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് സത്യം പറഞ്ഞ ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഫെനിക്ക് പോലും അറിയില്ല. കാര്യം ഫെനി ഈ ഫ്രെയിമിൽ വരുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. നേരിട്ട് കണ്ടോ പിന്നെ എപ്പോഴെങ്കിലും? പിന്നെ കാണാറുണ്ട്. ഫെനി സംസാരിക്കാറുണ്ടോ? അനാവശ്യത്തിന് സംസാരിക്കാറില്ല. ആവശ്യത്തിന് ഇപ്പൊ ഒട്ടും ഞാൻ ഫോണിൽ സംസാരിക്കാറില്ല. ഞാൻ തിരുവനന്തപുരം വന്നാൽ മതി, കാണാൻ നമുക്ക് എപ്പോഴും. നമ്മളെ ഈ ഞാനേ 9:30 മണി വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. 9 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലല്ലേ? 10:30 12 ആകുമ്പോൾ തിരിച്ചു വരും. അപ്പൊ 12 മണിയാകുമ്പോ സാറ് തിരിച്ചു വരും. അപ്പൊ ഞാൻ 12 മണിക്ക് വരട്ടെ, അപ്പൊ സാർ കുറിച്ചിട്ട് ഫ്രീ ആവുമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നിട്ട് 12 ഞാൻ വിളിക്കാൻ വരുമ്പോ. വരുമ്പോ വിളിച്ചാൽ സാർ ഇന്നിവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് വരാം സാർ, അതല്ലേ നല്ലത്. മറ്റുള്ളവരെ കൂട്ടി അവരെ അറിയിക്കണ്ടല്ലോ. അതിനൊറ്റയ്ക്ക് വന്ന് ധൈര്യമായിട്ട് പോരും. ഞാൻ വരാം സാർ. ഓക്കെ. ഈ മൂന്നാമത്തെ നിലയിൽ 404 എന്റെ മുറി. ഓക്കെ, മൂന്നാമത്തെ നിലയിൽ 404. ആ പോണ പോക്കിൽ ഒരു ദുൽവാലെ ജാഹം കാഹില്ല മഹേട്ടാ. ഇവിടെ ഉണ്ടായിരുന്നോ?